വെൽക്കം ടു ട്രൈഡു. നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം കഴിഞ്ഞ 2 ദിവസമായിട്ട് മാർക്കറ്റ് ഒരു മൂവ്മെന്റ് ഇല്ലാത്ത രീതിയിൽ, അതായത് കൺസോളേഷൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഇന്നും മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു കൺസോളേഷൻ ലെവലിലാണ് നിൽക്കുന്നത്. എനിവേ മാർക്കറ്റ് നിൽക്കുന്നത് അത്യാവശ്യം മോശമില്ലാത്തൊരു സപ്പോർട്ട് ഏരിയയിലാണ്. സോ മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് ഏരിയാസ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് എത്താം. അതുപോലെ കുറച്ചുകൂടി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഈ ലെവലിലേക്ക് എത്താം. അതുപോലെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഈ ഒരു സ്വിങ്ങിന്റെ താഴോട്ടേക്ക് വരാൻ സാധ്യതയുണ്ട്. കുറച്ചുകൂടി താഴോട്ടേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഒരു FEG ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അവിടേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കുറച്ചും കൂടി വരികയാണെങ്കിൽ ഇവിടേക്ക് എത്താൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോക്കാം. ആദ്യമായിട്ട് സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. 112,586, 113,591, അടുത്തത് 114,941, അടുത്തത് 115,967, അതുപോലെ അടുത്തത് 118,524, 119,280, അടുത്തത് 120,018, 120,865, 121,657, 122,359. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയ 1 അവറിലുള്ളത്. ഇനി 50 മിനിറ്റ്സിൽ എൻട്രി സാധ്യതകളൊന്ന് നോക്കാം. ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് ഈ ലെവലിൽ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ടൊരു മൂവ്മെന്റ് എടുത്തിട്ട് മുകളിലോട്ട് പോയതാണ്. അപ്പൊ ഈ ലെവലിൽ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അവിടേക്ക് ഒരുപക്ഷെ വീണ്ടും ഇറങ്ങാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ആ ലെവലിനെ മാർക്ക് ചെയ്തിടുന്നത്. അതിന്റെ പ്രൈസ് ഒന്ന് നോക്കാം നമുക്ക്. 116,383 ആൻഡ് 116,812. മാർക്കറ്റ് ഇവിടേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടേക്ക് വന്നതിന് ശേഷം ഒരുപക്ഷെ ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ, അതായത് മാർക്കറ്റ് ഒന്ന് നല്ലൊരു മൊമെന്റ് മുകളിലേക്ക് തരികയാണെങ്കിൽ നമുക്കൊരു എൻട്രി സാധ്യത ഉള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ലെവൽ വരെ നമുക്കൊരു ടാർഗറ്റ് കിട്ടാവുന്നതാണ്. കുറച്ചുകൂടി മുകളിലോട്ട് പോവുകയാണെങ്കിൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചാണ്. അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ റേഞ്ചാണ്. അതിൻ്റെ ഉള്ളിൽ FEG ഉണ്ട്. പക്ഷേ FEGയിൽ നിന്നും മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം. വീണ്ടും വരികയാണെങ്കിൽ ടാർഗറ്റ് കിട്ടുന്നത് ഈ ഒരു ലെവല്, അതായത് റെസിസ്റ്റൻസ് ലെവലിലേക്കാണ് കിട്ടാനുള്ള സാധ്യത ഉള്ളത്. ഇത് ഇവിടെ സംഭവിക്കുന്നത് ഈ ഒരു ഏരിയയിൽ നിന്ന് 50 മിനിറ്റ്സിന്റെ ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്നോ, 50 മിനിറ്റ്സിന്റെ ഈ സപ്പോർട്ട് ഏരിയയിൽ നിന്നോ, അല്ലെങ്കിൽ ഈ ഒരു സപ്പോർട്ട് ഏരിയ 1 അവറിന്റെ സപ്പോർട്ട് ഏരിയയിൽ നിന്നോ ഇതുപോലെ തന്നെ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 1 അവറിന്റെ ഈ ഒരു സപ്പോർട്ട് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സപ്പോർട്ട് ഏരിയയിലേക്ക് വീണ്ടും വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അവിടുന്ന് എല്ലാം മാർക്കറ്റിന് ഒരു പുൾ ബാക്ക് എക്സ്പെക്ട് ചെയ്യാം. നല്ല രീതിയിൽ മാർക്കറ്റ് പുൾ ബാക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ലെവല്, ഈ ഒരു ലെവലിൽ നിന്നിട്ട് മാർക്കറ്റ് ഒരു പക്ഷെ അത്യാവശ്യം മോശമില്ലാതെ ഒരു പുൾ ബാക്ക് കൂടിയും തരാൻ സാധ്യത ഉണ്ട്. അത് അവിടെ നിന്നോ അല്ലെങ്കിൽ ഇപ്പൊ ഈ വരച്ചിരിക്കുന്ന ഇതിൽ നിന്നോ ഇവിടെ നിന്നൊക്കെ ആയിരിക്കാം വരുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക.
എന്നിട്ട് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് പോവുകയാണെങ്കിൽ, എക്സ്പെഷ്യലി ഈ റേഞ്ചിന്റെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഇവിടെ എല്ലാം FEG ഉള്ളതാണ്. ഇവിടെയൊക്കെ വന്നതിന് ശേഷം വീണ്ടും വീണ്ടും താഴോട്ടേക്ക് തന്നെ മാർക്കറ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതായത് വീണ്ടും വീണ്ടും താഴോട്ടേക്ക് മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത ഉണ്ട്. 50 മിനിറ്റ്സിന് ഇമ്പോർട്ടന്റ് ആയ ഒരുപാട് ഏരിയാസ് ഉണ്ട് അവിടെ. ഈ ലെവൽ ഇമ്പോർട്ടന്റ് ആണ്, ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. മുകളിലോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം മോശമില്ലാത്ത സപ്ലൈ നടന്നൊരു ലെവലാണ് ഇത്. അവിടെ എല്ലാം ഇമ്പോർട്ടന്റ് ആയ ഏരിയാസ് ആണ്. അപ്പൊ അവിടേക്കൊക്കെ മാർക്കറ്റ് എത്തുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. എനിവേ ഇന്ന് അത് സംഭവിക്കുമെന്ന് അറിയില്ല, വരും ദിവസങ്ങളിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കിയും കണ്ടും തന്നെ ട്രേഡ് എടുക്കുക. മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയാസിലേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക.